ജമ്മു കശ്മീരിലൂടെ പര്യടനം നടത്തിയിട്ടുള്ള ഞങ്ങളുടെ പ്രതിനിധിയാണ്. തൗഫീഖ്, ഈ ഇന്ത്യ സഖ്യം നേരിയ മാർജിനിൽ മുന്നിൽ നിൽക്കുമ്പോഴും 11 സീറ്റുകളിൽ മറ്റു കക്ഷികൾ അവിടെ ലീഡ് ചെയ്യുകയാണ്. PDP 4 സീറ്റിലും. PDPയെ മാറ്റി നിർത്തിയാൽ ഈ 11 കക്ഷികൾ വളരെ നിർണായകമാകാൻ പോകുന്നുവെന്ന് വിചാരിക്കണം. ഈ 11 സീറ്റുകൾ നിർണായകമാകാൻ പോകുന്നു വിചാരിക്കണം. ഈ കക്ഷികൾ ഏതൊക്കെയാണ്? അവരുടെ പൊസിഷൻ എന്തായിരിക്കും ഈ ഫലത്തിന് ശേഷം? നിഷാദ്, ബാരാമുള്ളയിലടക്കം അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ അവർ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പറയുന്ന ചെറു കക്ഷികളും അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്ന നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കാശ്മീരിൽ അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ അധ്യക്ഷൻ ഈ റാഷിദ് എഞ്ചിനീയർ തന്നെ 4 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അവിടെ ഉമർ അബ്ദുള്ളയെ തോൽപ്പിച്ചത്. ആ ഒരു ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം സ്വതന്ത്രർ 11 സീറ്റിലധികം സ്വതന്ത്രർ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ബാരാമുള്ള അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വതന്ത്രരാണ് മുന്നിൽ നിൽക്കുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയുടെ ചില സ്ഥാനാർത്ഥികളും ചിലയിടങ്ങളിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കുൽഗാം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട്. പ്രധാനമായും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം യൂസിഫ് തരിഗാമിയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയായ സയ്യിദ് അഹമ്മദുമായിട്ടാണ് അവിടെ വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അവാമി ഇത്തിഹാദ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെയുള്ളവർ BJP-യുടെ പ്ലോയികളാണ് എന്ന ആരോപണമാണ് ഇന്ത്യ മുന്നണി, ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. ഇവരുടെ പ്രചാരണം ആർക്കെതിരെയായിരുന്നു? അജിംസ്, ഈ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ അധ്യക്ഷൻ റാഷിദ് എഞ്ചിനീയറുമായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കശ്മീരിൽ വെച്ച് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ ഉമർ അബ്ദുള്ളയുടെ ആരോപണങ്ങളെല്ലാം അവാമി ഇത്തിഹാദ് അധ്യക്ഷൻ നിഷേധിക്കുകയാണ് ചെയ്തത്. പകരം തങ്ങളുടെ പ്രചാരണങ്ങളെല്ലാം BJP-ക്കെതിരെ തന്നെയായിരുന്നു, ജനാധിപത്യത്തിന് വേണ്ടിയാണ് തങ്ങളുടെ പോരാട്ടം എന്നായിരുന്നു എഞ്ചിനീയർ റാഷിദ് നമ്മളോട് പ്രതികരിച്ചിരുന്നത്. ഉമർ അബ്ദുള്ളയും അതോടൊപ്പം തന്നെ മെഹബൂബ മുഫ്തിയും ഉൾപ്പെടെ അവർ പാർട്ടിക്കെതിരെ നടത്തിയ എല്ലാ ആരോപണങ്ങളും അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത് ഇവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട്. 20ലധികം സീറ്റുകളിലാണ് അവാമി ഇത്തിഹാദ് പാർട്ടി അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. ആ സീറ്റുകളിൽ ഏകദേശം 5-6 സീറ്റുകളിൽ അവർ ലീഡ് നിലനിർത്തുന്നു എന്നുള്ള വിവരങ്ങൾ കശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് ഈ റാഷിദ് എഞ്ചിനീയർ വിജയിച്ച ബാരാമുള്ള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് അവാമി ഇത്തിഹാദ് പാർട്ടി ഇപ്പോൾ ലീഡ് ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ PDP-യിൽ നിന്നും അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസിൽ നിന്നും രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിച്ച നേതാക്കൾ ഉണ്ടായിരുന്നു. അവർ ഉൾപ്പെടെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും ലീഡ് അവർക്കാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഇതുവരെയും കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിൽ ഇതുവരെ അപ്ഡേഷൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. നമുക്ക് ഹരിയാനയിലേക്ക് പോകാം. ഹരിയാനയിൽ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന് ആഹ്ലാദിക്കാനുള്ള സംഖ്യയാണ് നമ്മൾ ടാലിയിൽ കാണുന്നത്. അല്പം മുമ്പ് ACC ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയ ഒരു കോൺഗ്രസ് പ്രവർത്തകരോട് ഞങ്ങളുടെ പ്രതിനിധി അരവിന്ദ് ചോദിച്ചപ്പോൾ 70 സീറ്റ് ഞങ്ങൾ നേടും എന്നാണ് പറഞ്ഞത്. ഇനി 14 സീറ്റിലെ ഫലസൂചന പുറത്തു വരാനുള്ളപ്പോൾ 60 സീറ്റിൽ ഇന്ത്യ മുന്നണി അജയ്യമായ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. BJP 20 കടക്കാനാകാതെ കേവലം 17 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു ഹരിയാനയിൽ. ഒരു പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ BJP നേരിടുന്ന ഏറ്റവും നാണം കെട്ട തോൽവിയായി മാറുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. കാരണം 20 എന്ന അക്കൻ പോലും കടക്കാനാകാതെ കേവലം 17 സീറ്റിൽ തങ്ങളുടെ ലീഡ് നില തുടരുകയാണ്. ഇനി 14 സീറ്റിലെ ലീഡ് വരുമ്പോൾ 10 സീറ്റ് കൂടി ലഭിച്ചാൽ 70 എന്ന ഉജ്ജ്വലമായ ഒരു നമ്പറിലേക്ക്, ഒരു സംഖ്യയിലേക്ക് ഇന്ത്യ മുന്നണി കടക്കാനാകുമോ എന്നാണ്. 63 സീറ്റ് കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 86 സീറ്റിലെ ഫലസൂചനകൾ വരുമ്പോൾ അതിൽ 63 സീറ്റിലും ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. ഹരിയാനയിൽ BJP സമീപകാലത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് നേരിടുന്ന ഏറ്റവും നാണം കെട്ട തോൽവിയായി മാറുമോ ഹരിയാനയിലേത് എന്ന്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് നില 40ലേക്ക് എത്തിയിരിക്കുന്നു എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. അജിംസെ 5 സീറ്റുകൾ കൂടി കടന്നാൽ കേവല ഭൂരിപക്ഷം എന്ന നമ്പറിലേക്ക് ഇന്ത്യ സഖ്യം എത്താൻ പോകുന്നു. പക്ഷേ 85 സീറ്റുകളിലെ ഫലസൂചന പുറത്തു വരുമ്പോഴാണ് ഇന്ത്യ സഖ്യം 40-ലെത്തിയത് എന്ന് കാണുക. ഇനി 5 സീറ്റുകളിലെ ഫലസൂചനകൾ കൂടി മാത്രമേ പുറത്തു വരാനുള്ളൂ. ഇന്ത്യ സഖ്യത്തിൻ്റെത് ആധികാരികമായ ഒരു മുന്നേറ്റമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന പ്രശ്നം അവിടെ ഉണ്ട്. കാരണം 11 സീറ്റുകളിൽ അവിടെ മറ്റു കക്ഷികൾ ലീഡ് ചെയ്യുന്നുണ്ട്. 5 സീറ്റിൽ PDP ലീഡ് ചെയ്യുന്നു. 16 സീറ്റുകൾ BJP-ക്ക് പുറത്ത് അവിടെ ഉണ്ട് എന്ന് കാണുക. എന്ന് വെച്ചാൽ 45 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് പുറത്തുള്ള കക്ഷികളാണ്
ലീഡ് ചെയ്യുന്നത് എന്നത് എടുത്തു കാണുക. 40 സീറ്റിൽ 85 സീറ്റുകളുടെ ഫലസൂചന പുറത്തു വരുമ്പോൾ ജമ്മു കശ്മീരിൽ 40 ഇന്ത്യ സഖ്യവും 45 ഇന്ത്യ സഖ്യത്തിനെതിരായി നിൽക്കുകയോ ഇന്ത്യ സഖ്യത്തിന് പുറത്തു നിൽക്കുകയോ ചെയ്യുന്ന കക്ഷികൾ ലീഡ് ചെയ്യുന്നുണ്ട്. BJP ലീഡ് ചെയ്യുന്നത് 29 സീറ്റുകളിലാണെങ്കിൽ PDP മെഹബൂബ മുഫ്തിയുടെ PDP 5 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് അവരുമായി സഖ്യമുണ്ടാക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പദ്ധതികളിൽ എവിടെയും എത്തിയിരുന്നില്ല. പക്ഷേ ഒരു പോസ്റ്റ് പോൾ അലയൻസിന്റെ സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന BJP ബാന്ധവത്തിന്റെ ഭാരം ഇപ്പോഴും പേറുന്നവരാണ് അവർ. അത് പക്ഷേ മറ്റ് കക്ഷികൾ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ എഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടി ഇവയൊക്കെ BJPക്ക് വേണ്ടി കളത്തിലിറങ്ങിയ പാർട്ടികളാണ്. എഞ്ചിനീയർ റാഷിദ് ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വന്നത് പോലും ആ കളികളുടെ ഭാഗമായി ഈ BJP ഒരുക്കിയ കെണിയാണ് എന്ന മട്ടിലുള്ള വിമർശനം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തു നിൽക്കുന്ന ഈ കക്ഷികൾ, സഖ്യങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ഈ കക്ഷികൾ ഉണ്ടാക്കുന്ന നേട്ടം ആത്യന്തികമായി ആരെയാണ് സഹായിക്കാൻ പോകുന്നത് എന്ന ചോദ്യമുണ്ട്. ഈ കണക്കുകളൊക്കെ ഉള്ളപ്പോഴും കാണേണ്ട കാര്യം, തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നിയമസഭയിലേക്ക് 5 പേരെ നോമിനേറ്റ് ചെയ്യാൻ അവിടുത്തെ ലഫ്റ്റനന്റ് ജനറലിന് കഴിയും. വിവിധ റീജിയണിൽ നിന്നായി 5 പേരെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും. ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അവിടുത്തെ വോട്ടവകാശം ഉണ്ടായിരിക്കും. അപ്പോൾ ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ആരായിരിക്കുമെന്നത് സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർ ആരോടൊക്കെയാണ് മത്സരിക്കുന്നത്? NDA സഖ്യത്തോട് മത്സരിക്കുന്നു. PDP മുന്നണിക്ക് പുറത്തുനിന്ന് അവരോട് മത്സരിക്കുന്നു. BJP പ്രോക്സികൾ എന്ന് ആക്ഷേപിക്കപ്പെടുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളോട് ഇന്ത്യ മുന്നണി മത്സരിക്കുന്നു. അതുകൂടാതെ ലഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന 5 പേരോട് മത്സരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ബഹുമുഖ പോരാട്ടമാണ് കശ്മീരിൽ ഇന്ത്യ മുന്നണി നടത്തുന്നത്. ജമ്മു കശ്മീരിൽ പക്ഷേ ഇപ്പോഴും നമ്പർ വൈസ് ഇന്ത്യ മുന്നണി മുന്നിലാണ്, 40 സീറ്റ് മുന്നിലാണ്. പക്ഷേ BJPക്ക് 29 സീറ്റുണ്ട്, PDPക്ക് 5 സീറ്റിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു. സ്വതന്ത്ര കക്ഷികൾ, സ്വതന്ത്ര പാർട്ടികൾ, ചെറു പാർട്ടികൾ 11 മുന്നിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു തൂക്കുസഭ എന്നുള്ള കാര്യം ആദ്യ ഫലസൂചനയിൽ തന്നെ വ്യക്തമാണ്. ഇനി 5 പേർ കൂടി ഈ സംഖ്യയിലേക്ക് വരാനുണ്ട്. അത് ലഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന 5 പേരാണ്. തൗഫീഖ് അസ്ലം നമ്മോടൊപ്പം തുടരുന്നു. തൗഫീഖ്, 40 സീറ്റിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. അത് താഴേക്ക് പോകുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പുറത്തൊരു 11 സീറ്റ് മറ്റ് കക്ഷികളുടേത് കാണുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഹോപ്പ്ഫുൾ ആണോ കാര്യങ്ങൾ? അതോ ഈ കോൺഗ്രസ് വിരുദ്ധത, നാഷണൽ കോൺഫറൻസ് വിരുദ്ധത പോലെയുള്ള സംഗതികൾ തട്ടി ഈ കക്ഷികൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുമോ? അധികാരം ഇന്ത്യ സഖ്യത്തിന് അന്യമാകുമോ? നിഷാദ്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ച പോലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ആ കാര്യങ്ങൾ അടുക്കുകയാണ്. അതേസമയം ആശങ്ക എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തെ ഫലം നോക്കുകയാണെങ്കിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഈ ഫലങ്ങൾ കുറച്ചുകൂടി ചിത്രം തെളിഞ്ഞാൽ മാത്രമേ നമുക്കതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള അപ്ഡേഷനും ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് എവിടെയൊക്കെ ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ചില സീറ്റുകളെ ലീഡ് നില മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒമർ അബ്ദുള്ളയുടെയും ഇൽത്തിജ മുഫ്തിയുടെയും അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ലീഡ് നില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PDPയുടെ ഒരു സീറ്റ് നില കുറയുന്ന ഒരു കാഴ്ച കൂടി കാശ്മീരിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ 25-ലധികം സീറ്റുകൾ PDP നേടിയിരുന്നെങ്കിൽ ഇപ്പോൾ 5 സീറ്റിലേക്ക് PDP ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കശ്മീരിലെ ഫലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ PDP ഒരു കിങ് മേക്കറായി മാറുമെന്നുള്ള മെഹബൂബ മുഫ്തിയുടെ ഒരു അവകാശവാദം അത് പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഒരു തരത്തിലും കിങ് മേക്കർ ആകാൻ PDPക്ക് സാധിക്കില്ല. കേവലം 5 സീറ്റിൽ മാത്രമാണ് PDP ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പകരം ഇന്ത്യ സഖ്യം 40 സീറ്റിലേക്ക് അവർ മുന്നേറുകയാണ്. 40 സീറ്റ് ലീഡ് ചെയ്യുകയാണ്.